ഇട്ട് കുടിക്കാമല്ലോ. ആ ചാണ്ടി വണ്ടിയുടെ വണ്ടി ഓടിച്ചോണ്ട് കുടിക്കാൻ പാടില്ല. വേണ്ട. ഓക്കെ ഓക്കെ. അയ്യടാ ഹലോ, അഡ്വക്കേറ്റ് ശിവരാമൻ. പുഞ്ചിരി ബാറിന്നോ? പുഞ്ചിരി ബാറിന്റെ പുതിയ ബ്രാഞ്ച് ഓപ്പണിങ്ങോ? ഞാനെത്തും. പക്ഷേ സർക്കാർ ഏർപ്പെടുത്തിയ ഈ വാറ്റ് നയം അതത്ര ശരിയായില്ല. ഏത് ക്ലാപ്പനാണ് വാറ്റ് ശരിയല്ലെന്ന് പറഞ്ഞു? ഞങ്ങളാ മറ്റേ വാറ്റിനെ പറ്റിയാ പറഞ്ഞത്. മറ്റേ വാറ്റിന് എന്താണ് കുഴപ്പം? വിവരം കെട്ടവനെ ഗവൺമെന്റിന്റെ വാറ്റിനെ കുറിച്ചാ പറഞ്ഞത്. ഒരുമാതിരി മുടന്ത ന്യായം പറയരുത്. ഗവൺമെന്റ് വാറ്റൂല. ഒരു ഉച്ചപ്പാടും ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് സമാധാനമായിട്ട് തല്ലിത്തീർക്കാം. ഹലോ ഹലോ ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ വലിയൊരു അപകടത്തിലാ. തന്നെ ഞാനും അതെ. ഞാനും വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞോടാ നിന്റെ ഫോൺ വിളി. ഫോൺ വിളിക്കുമ്പോ ഞങ്ങൾ ആരും തല്ലാറില്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോഴും എല്ലാവരും തല്ലും. ഹലോ ഹലോ, പ്ലീസ്, വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ലൈനാണ്. കഷ്ടപ്പെടാതെ ലൈൻ കിട്ടില്ല മോളെ. പ്ലീസ് സർ. ഞാൻ കുറച്ച് ബിസിയാണ്. ലൈൻ. ഹലോ ഹലോ, നിങ്ങൾ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ നിങ്ങളെ കൊണ്ടേ കഴിയൂ. എന്താ കുഞ്ഞുമോളുടെ പ്രശ്നം? എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അൽസേഷന്റെ സ്വഭാവമായിരിക്കും നിനക്ക്. അതല്ലേ പൂട്ടിയിട്ടിരിക്കുന്ന. ചേട്ടാ എന്തോ നിനക്കിനി പണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിന്റെ മെയിൻ അക്കൗണ്ടിന്റെ പാസ്വേഡ് എന്താണെന്ന് പറഞ്ഞേക്ക്. അരമണിക്കൂർ കൂടി നിനക്ക് തരുന്നു. അതിനുള്ളിൽ പാസ്വേഡ് തന്നില്ലെങ്കിൽ ഹലോ ഹലോ. കുട്ടി എന്തോ ഈ ഒരു അപകടത്തിലാണല്ലേ? അതെ, എന്നെ കുറച്ച് ആളുകൾ പിടിച്ചോണ്ട് വന്ന് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുക. ഏതാ സ്ഥലം? കൊച്ചിയിലാ. ഞാനും കൊച്ചിയിലാണേ. കുട്ടി ഇപ്പോ ബാത്റൂമിലാ? അല്ല. എന്താ? ഞാനിപ്പോ ബാത്റൂമിലാണ്. പ്ലീസ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അയ്യോ, ഈ രക്ഷിക്കൂ എന്ന് പറയാതെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. തന്റെ വീട്ടിലറിയിക്കണോ? വേണ്ട, എന്റെ വീട്ടുകാർ തന്നെയാ അപകടപ്പെടുത്താൻ നോക്കുന്നത്. ബെസ്റ്റ് ഫാമിലി. പിന്നെ ഞാൻ ഏതെങ്കിലും ബാറിൽ അറിയിച്ചാ മതിയോ? ബാറില് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ആ ഫോണൊന്ന് എത്തിച്ചാ മതി. ഞാൻ അവരോട് പറഞ്ഞോളാം. ഓക്കേ ഓക്കേ. ആരും ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം. ബഹളം ഉണ്ടാക്കരുത്. സുധീഷ്, എല്ലാവരും പിരിഞ്ഞു പോകണം. സുധീഷ്, ആരും ബഹളം ഉണ്ടാക്കരുത്. സമാധാനപരമായി പിരിഞ്ഞു പോകണം. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എല്ലാവരും പിരിഞ്ഞു പോകണം. സുധീഷ്, സമാധാനപരമായി പിരിഞ്ഞു പോകണം. എന്ത്
പറ്റി? ഞാനിപ്പോ അടിയുടെ ഇടിയുടെയും വെടിയുടെയും നടുവിലാണ്. അയ്യോ! ആ മുറിയുടെ പുറത്തേക്ക് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഹലോ, ഒരു പള്ളിയുടെ കുരിശ് കാണാം. ഏത് പള്ളിക്കാ കുരിശില്ലാത്ത കുരിശേ? വേറെന്തെങ്കിലും പറ. ഏതോ ഒരു ബോർഡ് മാത്രമുണ്ട്. ആരെ? ബാർ. ബാറാ? ബോർഡിന്റെ കളർ പറ. യെല്ലോ ബോർഡില് ബ്ലൂ ലെറ്റേഴ്സ്. ആ ബോർഡിന് ചുറ്റും നീല ബോർഡറില്ലേ? ആ ഉണ്ട്. ബോർഡിന്റെ മൂലയിലായിട്ട് ഒരു ബെല്ലിന്റെ പടം ഉണ്ട്. പാരഡൈസ് ബാർ, പനമ്പള്ളി നഗർ. സിറ്റിയിൽ ഏറ്റവും നല്ല റമ്മ് കിട്ടുന്ന ഏക ബാർ. മുൻ MLA കടക്കാവൂർ ശശിയണ്ണന്റെ അളിയന്റെ ബാർ. ആ അതൊക്കെ പോട്ടെ. അപ്പൊ അതിനടുത്തുള്ള വീടാണല്ലേ? ഓക്കേ. നീലയും മഞ്ഞയും ചുവപ്പും കൂടെ അടിച്ച ഒരു വൃത്തികെട്ട വീടാണോ? ഏ അതെ. ഓക്കേ. എന്താ തന്റെ പേര്? പാർവതി. ഞാൻ ബെല്ലടിക്കാണ് കേട്ടോ. എന്താ എനിക്ക് മൂത്രമൊഴിക്കണം. എനിക്ക് മൂത്രമൊഴിക്കണം. 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 പബ്ലിക് പ്ലേസ് ഒന്നുമല്ല. പബ്ലിക് പ്ലേസിൽ മൂത്രമൊഴിച്ച് 500 രൂപ ശിക്ഷിക്കും. എന്താ വെള്ളം തോന്നുന്നു? എന്തടേ? മൂത്രമൊഴിക്കണം. എനിക്ക് മൂത്രമൊഴിക്കണേ. അതാ മാത്രം. ശല്യം. എന്ത് പറ്റി? അതെനിക്ക് ശരിയാവില്ല. വേറെ ബാത്റൂം ഉണ്ടോ? വേറെ ബാത്റൂമോ? അത് പച്ച നിറമല്ലേ? പച്ചയാ? മഞ്ഞ നീല നിറത്തുള്ള ബാത്റൂം ഒന്നും എനിക്ക് ശരിയാവില്ല. പലതും ഓർമ്മ വരും. ആ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ടല്ലോ. ബെഡ്റൂമോ? എനിക്ക് മൂത്രമൊഴിക്കണം. ഇറങ്ങി പോടാ മനുഷ്യനെ മെക്കണതാ. ആരാണത്? ഞാൻ. ഹലോ. ഹലോ. പാർവതി? അതെ. ഞാൻ ശിവ രാമൻ. അവണ്ടി കിടക്കും. എങ്ങോട്ടാ പോണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ കൊച്ച്.
ഹലോ ഹലോ കുഴപ്പമൊന്നുമില്ല, ഡ്രിപ്പ് കൊടുത്താൽ മതി, ശരിയായിക്കോളും. എങ്കിൽ കൊടുക്കണം, 1 2 കൊടുക്കണം. 280 rupees പേ ചെയ്യണം. ഓക്കെ. ഉം. അയ്യോ 280 റുപ്പീസ് അല്ലേ? അതെ. ക്യാഷ് ഞാൻ പിന്നെ കൊണ്ടുവന്നാ മതിയോ? നോനോ, ക്യാഷ് പേ ചെയ്യാതെ ഡ്രിപ്പോ ഇഞ്ചക്ഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, carry on. 280 രൂപയല്ലേ? അതെ. ഓക്കെ. $280. ഓക്കെ ഡോക്ടർ, 300. ഓക്കെ. ബാലൻസ് തരാൻ ചേഞ്ച് ഉണ്ടാവില്ല. കുഴപ്പമില്ല, ബാക്കി കൂടെ ട്രിപ്പ് കൊടുക്കണം. ഛെ. അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? പ്രവീൺ. നല്ല പേര്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിലും അറിയിക്കാൻ പറ്റില്ല, പോലീസിലും അറിയിക്കാൻ പറ്റില്ല. അറിയിക്കേണ്ടതിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. എനിക്ക് വിശക്കുന്നു. ആരെ? എനിക്ക് വിശക്കുന്നു ഒന്ന്. ആ